സിനിമ വിട്ടത് തന്റെ 27-ാം വയസ്സിൽ. അന്ന് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഇന്ന് സിനിമയിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തു. എന്നാൽ അമീർ ഖാനേക്കാളും രൺബീർ സിംഗിനേക്കാളും ഇദ്ദേഹം എന്ന സമ്പന്നനാണ് ഗിരീഷ് കുമാർ തൗറാനി. രൺബീർ സിംഗിനെയും ആയുഷ്മാൻ ഖുറാനയും പോലെ 2010-കളിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ഒപ്പം തുടങ്ങിയവരെല്ലാം തന്നെ കരിയറിൽ മികച്ച സ്ഥാനങ്ങളിലെത്തി, വൻകിട സിനിമകളുടെ ഭാഗവുമായി. എന്നാൽ ഗിരീഷ് കുമാറിന്റെ കഥ വ്യത്യസ്തമാണ്. 2013-ൽ റിലീസ് ചെയ്ത രാമയ്യ വാസ്തവയ്യയും 2016-ൽ ഇറങ്ങിയ ലവ് യുദ്ധ എന്നിവയിൽ നായകനായി. രണ്ടാം സിനിമയുടെ പരാജയത്തോടെ ഗിരീഷ് സിനിമ വിട്ടു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് കമ്പനികളിൽ ഒന്നായ ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന തന്റെ കുടുംബ ബിസിനസ്സിലേക്ക് ഗിരീഷ് ചുവടുമാറ്റി. ഇന്ന് ഏകദേശം 2164 കോടി രൂപയോളം വരുമാനം ഗിരീഷിനുണ്ട്. എന്ന് വെച്ചാൽ ആസ്തിയുടെ കാര്യത്തിൽ തന്റെ സഹതാരങ്ങളെ ഇദ്ദേഹം മറികടന്നു. ഇതുപോലെ സിനിമയിൽ രംഗപ്രവേശനം ചെയ്തപാടെ തിരിഞ്ഞുപോയി മറ്റൊരു കരിയർ ബിൽഡപ്പ് ചെയ്തവർ ധാരാളമുണ്ട്. സോ അങ്ങനെ ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റ് നിങ്ങൾക്കുണ്ടോ? കമന്റ് ബിലോ.